ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. പച്ചവെള്ളത്തിലൊന്നും നിങ്ങൾ കുഴക്കരുത് കേട്ടോ, അപ്പോൾ നല്ല ബലമായിട്ടിരിക്കും കേട്ടോ. നന്നായിട്ട് ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളവും അതുപോലെ നമ്മുടെ മാവൊക്കെ നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെ രീതിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയാകും വരെ നിങ്ങൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു അളവിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ പൊടിക്കും ഓരോ കണക്കാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ഓരോ ബോളുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ബോളിനേക്കാൾ ഒന്നും കൂടി വലിയ ബോളാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബോളാക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം, നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ മാവിനെ 4 ആയിട്ടൊന്ന് മാറ്റുകയാണ് കേട്ടോ. 4 ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു സാധനം പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാർ എടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു നേരിയ മധുരം മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണോളൊക്കെ പഞ്ചസാര എടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, സിന്നമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് കല്ലിൽ തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബോളൊന്ന് വെക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തി പരത്തുന്നതിനേക്കാൾ ഒന്നും കൂടി നൈസായിട്ട് പരത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പരത്തിയെടുക്കുക. കറക്റ്റ് ഷേപ്പൊന്നും ആവുന്നില്ല. നിങ്ങൾക്ക് നന്നായിട്ട് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊടി നമുക്കിതിലേക്ക് തൂവി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. അതിനുശേഷം നമുക്കിതിനെ 2 വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലും കുറച്ച് നമ്മുടെ പൊടിയൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റ് 2 വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലൊരു ബോക്സ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് വൃത്തിയിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ, കുറച്ച് ഒരു 2-3 ലെയറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിന്നായിട്ട് ഇനി പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും പരത്തിയെടുത്തിട്ടുണ്ട്, ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും.
ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഒരു വശം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തി ചൂടുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ സ്നാക്കായിട്ടൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കൂടാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തെ സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ നമുക്കിത് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും. അതുകൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്